എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം 1 വാക്യം ഒന്ന് വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വേദപുസ്തകത്തില് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. ഒരുപാട് ആത്മിക സത്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിന് വേദപണ്ഡിതന്മാർ ആ പഠനശാഖയ്ക്ക് ഇട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് തിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഒറിജിൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉത്ഭവങ്ങളുടെ ദൈവശാസ്ത്രപരമായ ചരിത്രം എന്നാണ് ഇതിൻ്റെ പഠനശാഖയെ വിശദീകരിക്കുന്നത്. എല്ലാ ഉത്ഭവങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. നിങ്ങൾക്ക് ഒത്തിരി മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് തരും. വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. നമ്മൾ വായിച്ച പുസ്തകത്തിലെ 1 വാക്യം എങ്ങനെയാണ് അത് തുടങ്ങുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത് ആദിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ പറയുന്ന വേറെ ഏതെങ്കിലും പുസ്തകം നിങ്ങൾക്കറിയാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം അല്ലേ? ഇവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം എന്നാണ് ഉൽപ്പത്തിയിൽ ആരംഭിക്കുന്നത്. യോഹന്നാനിൽ ആരംഭിക്കുന്നത് അങ്ങനെയല്ല. യോഹന്നാനിൽ ആരംഭിക്കുന്നത് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് എന്ന് പറഞ്ഞാൽ ആദിയിൽ വചനം എന്ന് പറഞ്ഞ. പക്ഷെ ഉൽപ്പത്തിയിൽ ആരംഭിച്ചത് എങ്ങനെയാ? ആദിയിൽ ദൈവം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും ആദിയിൽ ദൈവം, എല്ലാറ്റിൻ്റെയും ആരംഭം ദൈവം, എല്ലാറ്റിൻ്റെയും തുടക്കം ദൈവം, എല്ലാം ആരംഭിക്കേണ്ടത് ദൈവം, എല്ലാം തുടങ്ങേണ്ടത് ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാം. എന്താ ഒന്നാമത്തെ ചിന്ത ഞാൻ നിങ്ങൾക്ക് തരാം. വളരെ ലഘുവായ ചിന്തയാ, എങ്കിലും വലിയ മർമ്മം, മിസ്റ്ററി അതിനകത്തുണ്ട്. ഒന്നാമത്തെ ചിന്ത എന്താണെന്നറിയോ? എല്ലാം ആരംഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നായിരിക്കണം. എല്ലാം തുടങ്ങേണ്ടത് ദൈവത്തിൽ നിന്നായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ വരും? നമ്മുടെ ജീവിതം ആരംഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നായിരിക്കണം. നമ്മുടെ ആത്മിക ശുശ്രൂഷകൾ ആരംഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നായിരിക്കണം. നമ്മുടെ പ്രയത്നം ആരംഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നായിരിക്കണം. നമ്മുടെ ജോലി തുടങ്ങുന്നത് ദൈവത്തിൽ നിന്നായിരിക്കണം. നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് അത് ദൈവത്തിൽ നിന്ന് ആയിരിക്കണം. ഇതാണ് ഉൽപ്പത്തി പുസ്തകം നമ്മളോട് പറയുന്നത്. 1 വാക്കിൽ നമ്മളോട് പറയുകയാണ് ആദിയിൽ ദൈവം, എല്ലാം ആരംഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ് എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുക. രണ്ടാമത്തെ ചിന്ത വളരെ വേഗത്തിൽ. രണ്ടാമത്തെ ചിന്ത 2 വാക്യത്തിലാണ്. 2 വാക്യം ഒന്ന് വായിച്ച്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, അഥവാ തീർന്നു. അപ്പൊ ഭൂമിയുടെ അവസ്ഥ എങ്ങനെയാ? ഇപ്പൊ എങ്ങനെയാ ഭൂമി ഇരിക്കുന്നേ? എർത്ത് വാസ് വിത്തൗട്ട് ഫോം എന്ന് പറഞ്ഞാൽ അത് രൂപമില്ലാതിരിക്കുക. ഭൂമി ഫോംലെസ് ആണ് എന്ന് പറഞ്ഞാൽ ഭൂമി പാഴാണ്, ഭൂമി ശൂന്യമായിരിക്കുകയാണ്, ഭൂമിക്കൊരു രൂപമില്ല. ഇന്ന് ഭൂമിക്ക് രൂപമുണ്ട്. അന്ന് സൃഷ്ടിയിൽ ഭൂമിക്കൊരു രൂപമില്ല, ഭൂമിക്കൊരു താളമില്ല, ഭൂമിക്കൊരു ആകൃതിയില്ല. ഷേപ്പ്ലെസ് ആണ് ഭൂമി. പ്രത്യാശയുടെ കാറ്റില്ല അന്ന്, പ്രതീക്ഷയുടെ മഞ്ഞുകണമില്ല, ആനന്ദത്തിന്റെ വെയിലില്ല. അപ്പൊ ഭൂമിക്കൊരു താളമില്ലാതെ, ഒരു രൂപമില്ലാതെ,
ഒരു ക്രമമില്ലാതെയാണ് അന്ന് ഭൂമി നിൽക്കുന്നത്. ഈ ഭൂമിയുടെ താളം തെറ്റുന്നതാണ് ഭൂകമ്പം. ഭൂമിയുടെ താളം തെറ്റുന്നതാണ് സുനാമി. ഭൂമിയുടെ താളം തെറ്റുന്നതാണ് കൊടുങ്കാറ്റ്. അപ്പോൾ ആദിയിൽ ദൈവം ഭൂമിയെ നോക്കിയപ്പോൾ ഭൂമി എങ്ങനെയിരുന്നു? പാഴായും അത് ശൂന്യമായും ഇരുന്നു, ക്രമമില്ലാതെ ഇരുന്നു, ഓർഡർ ഇല്ലാതെ ഇരുന്നു. ഭൂമിക്കൊരു സംരക്ഷണത്തിന്റെ പർവ്വതമില്ലാതെ ഇരുന്നു, വെളിച്ചം കടന്നു വരാതെ ഇരുന്നു. അപ്പൊ രൂപമില്ലാത്ത, ആകൃതിയില്ലാത്ത, ആനന്ദത്തിന്റെ മഞ്ഞില്ലാത്ത, പ്രത്യാശയുടെ പുൽനാമ്പ് മുളയ്ക്കാത്ത, പ്രതീക്ഷയുടെ മരങ്ങളില്ലാത്ത, സന്തോഷത്തിന്റെ തണലില്ലാത്ത ഒരു ഭൂമി, ശൂന്യമായിരിക്കുന്ന ഒരു ഭൂമി, പാഴായും ശൂന്യമായിരിക്കുന്ന ഒരു ഭൂമി. ഈ ഭൂമിയെ നോക്കി ഈ ഭൂമിക്ക് ആകൃതി വരുവാനായിട്ട് ചെയ്തു. രണ്ട് കാര്യങ്ങളാണ് ഈ ഭൂമിക്ക് ആ രൂപമുണ്ടാക്കിയത്. രണ്ട് കാര്യങ്ങളാണ് ഭൂമിക്ക് ആകൃതി കൊണ്ടുവന്നത്. രണ്ട് കാര്യങ്ങളാണ് ഈ ഭൂമിക്ക് ഒരു താളം കൊണ്ടുവന്നത്, ഒരു ഷേപ്പ് കൊണ്ടുവന്നത്. അതിലൊന്ന് അവിടെ പറയുക എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. ഈ ഭൂമിക്ക് രൂപമില്ലാത്ത, ആകൃതിയില്ലാത്ത, ക്രമമില്ലാത്ത ഭൂമിക്ക് ഷേപ്പ് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ ഓവർ കഴുകൻ വട്ടമിട്ട് പറക്കുന്നത് പോലെ ഈ വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരുന്നു. ഈ പരിശുദ്ധാത്മാവാണ് പെന്തക്കോസ്ത് നാളിൽ മാളികമുറിയിൽ ഇറങ്ങി വന്നത്. അവിടെയാണ് ഐക്യമുണ്ടാക്കിയത്. ബാബേലിൽ മനുഷ്യന്റെ ഭാഷ ഭിന്നിച്ചു പോയെങ്കിൽ മാളികമുറിയിൽ മനുഷ്യന്റെ ഭാഷ ഒന്നാക്കി. ബാബേലിൽ വെച്ച് മനുഷ്യന്റെ ഭാഷ ഒരുവനോട് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. എന്നാൽ മാളികമുറിയിൽ വെച്ച് അവർ പറഞ്ഞ ഭാഷ ഓരോരുത്തരും അവരവരുടെ ഭാഷകളിൽ കേട്ടു. അപ്പൊ ഈ വെള്ളത്തിന് മീതെ പരിവർത്തിച്ച ആത്മാവാണ് പെന്തക്കോസ്ത് നാളിൽ മാളികയുടെ മുകളിൽ കയറി വന്നത്. ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ഇതിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇനി ശ്രദ്ധിക്കണം, ഇനി ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു താളമില്ലെങ്കിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു താളമില്ലെങ്കിൽ, നമ്മുടെ കുടുംബത്തൊരു സമാധാനത്തിന്റെ ക്രമമില്ലെങ്കിൽ, ആ കുടുംബത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചാൽ അവിടെ രൂപമുണ്ടാകും. നിന്റെ വ്യക്തി ജീവിതത്തിന് ഒരു ക്രമമുണ്ടാകും, നിന്റെ ജീവിതത്തിനൊരു താളമുണ്ടാകും. അപ്പൊ ഒന്ന്, പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ ഭൂമിക്ക് ആകൃതിയില്ലാതിരുന്ന, രൂപമില്ലാതിരുന്ന ഭൂമിക്ക് ആകൃതി കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് അതിന് മീതെ വ്യാപരിച്ചു. അതോട് തന്നെ ചേർന്ന് മൂന്നാമത്തെ കാര്യം കൂടെ പറയാം. അതിന്റെ മൂന്നാം വാക്യത്തിൽ വായിച്ചേ. മൂന്നാം വാക്യം ശ്രദ്ധിക്കൂ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പൊ രണ്ടാമത് ഭൂമിക്ക് രൂപം കൊടുക്കുവാൻ, ആകൃതി കൊടുക്കുവാൻ രണ്ടാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന്റെ വാക്ക്. എന്താണ് ദൈവം പറഞ്ഞേ? വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പൊ ദൈവത്തിന്റെ വചനം, ദ ബിഗിനിങ് വാസ് ദ വേർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനമാണ് ഈ ഭൂമിക്ക് ആകൃതി കൊടുക്കുവാനായിട്ട്, രൂപം കൊടുക്കുവാൻ, ഷേപ്പ്ലെസ് ആയ താളമില്ലാത്ത ഭൂമിക്ക് ആകൃതി കൊടുക്കുവാൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് മീതെ പരിവർത്തിച്ചു. രണ്ട്, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഭൂമിക്ക് രൂപമുണ്ടായി. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യവും നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാൽ നിന്റെ ജീവിതത്തിന് രൂപമുണ്ടാകും, നിന്റെ ജീവിതത്തിനൊരു ക്രമമുണ്ടാകും, ഷേപ്പ് ഉണ്ടാകും, ഒരു താളമുണ്ടാകും. എന്തുകൊണ്ടാണ് പലതും ഷേപ്പ്ലെസ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കാറ്റ് അടിച്ചിട്ടില്ല. യോഹന്നാൻ പറഞ്ഞു, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അപ്പൊ ഈ കാറ്റ് എന്തിനാ സൂചിപ്പിക്കുന്നത്? ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവ്. 2 ദൈവത്തിൻ്റെ വചനം. ഏതെങ്കിലും വീട്ടിൽ ഷേപ്പ്ലെസ് നഷ്ടപ്പെട്ടെങ്കിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ താളമില്ലാതെ പോയെങ്കിൽ, നിന്റെ വ്യക്തി ജീവിതത്തിനൊരു ക്രമമില്ലെങ്കിൽ, നിന്റെ ഭവനത്തിൽ ഒരു ശാന്തിയും സമാധാനവും ഇല്ലെങ്കിൽ, ഏത് വീടായിക്കോട്ടെ, ആ വീട്ടിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റും വചനത്തിന്റെ ശക്തിയും വന്നാൽ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ദൈവം മാറ്റുവാനിടയായി. നിങ്ങൾക്ക് മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തെ വന്ന് ഞാൻ അല്പം കൂടെ വിശദീകരിക്കുന്നത്, എനിക്ക് അവിടെ ഒന്ന് ഒത്തിരി പറയണമെന്നുണ്ട്, ഞാൻ പറയുന്നില്ല. മർക്കോസ് 12:24, മർക്കോസ് 12-ാം അധ്യായം 24-ാം വാക്യം. എന്തുകൊണ്ടാണ് മനുഷ്യൻ തെറ്റിപ്പോകുന്നേ? യേശു പറയുക, എന്തുകൊണ്ടാണ്? നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ടല്ലയോ നിങ്ങൾ. ഇത് ബാലൻസ്ഡാണ്. ഏതൊക്കെയാണ്? 1 പരിശുദ്ധാത്മാവിന്റെ ശക്തി, 2 തിരുവെഴുത്ത്, വചനം. ഇത് ബാലൻസ്ഡ് ആയിരിക്കണം. ക്രിസ്തീയ ജീവിതം, ശരിയായ സ്പിരിച്വാലിറ്റി, ശരിയായ ആത്മീക ജീവിതം എന്ന് പറയുന്നത് ഇത് രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം. ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ചില മനുഷ്യർ, നമ്മൾ ഈ സൊസൈറ്റിയിലേക്ക് നോക്കിയാൽ അറിയാം, ചിലർ, ഞാൻ പരിശുദ്ധാത്മാവിൽ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ആളുകളില്ലേ, അങ്ങനെ പറയുന്നവരെ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇവര് ഇമോഷണലിസത്തിലാണ്, വൈകാരികതയിലാണ് അവര് വിശ്വസിക്കുന്നത്. എന്തിലാണ്? വൈകാരികതയിൽ. അപ്പൊ അവർക്ക് എന്തില്ല? വചനത്തിൽ അവർ ആശ്രയിക്കുന്നില്ല. പിന്നെ എന്തിൽ അവർ ആശ്രയിക്കുന്നേ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രം. ആത്മാവിന്റെ ശക്തിയിൽ മാത്രം ആശ്രയിക്കുമ്പോൾ അവരെന്തോ ഒരു ഇമോഷണലിസം, ഒരു വൈകാരികതയിലേക്ക് പോകും. അവർക്കൊരു ക്രമമില്ലാതെ പോകും. എന്നാൽ അങ്ങനെ ഒരു ക്രമമില്ലാതെ വായിക്ക് വരുന്നതെല്ലാം വിളിച്ചു പറയുന്ന ആ സമൂഹത്തെ, അങ്ങനെയുള്ള ആ നിലപാടിനെ പിടിച്ചു കെട്ടുവാനുള്ളത് കയറാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം. പിന്നെ വേറെ ചില ഗ്രൂപ്പുണ്ട്, അവര് ദൈവത്തിന്റെ വചനം മാത്രം എടുക്കത്തുള്ളൂ. ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൊന്നും വലിയ ആശ്രയിക്കത്തില്ല. ദൈവത്തിന്റെ വചനം അവർ വേണമെങ്കിൽ ഇതിന്റെ ഒറിജിൻ എബ്രായ ഭാഷയിൽ വേണമെങ്കിൽ ഇത് വായിച്ച് നമ്മളെ കേൾപ്പിക്കും. പക്ഷേ വിശ്വാസം അകത്തില്ല. അവർ നോളജ് ഉള്ളവരാണ്. അവർ ദൈവവചനം, അവർക്ക് ദൈവവചനത്തെ ഭയങ്കര അറിവുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒട്ടുമില്ലാത്ത ആളുകൾ, ഒട്ടുമില്ല. ഈ രണ്ട് ഗ്രൂപ്പും തെറ്റാ. പുസ്തകത്തിൽ എന്താ പറഞ്ഞേ? ഈ ആകൃതിയില്ലാത്ത, താളമില്ലാത്ത, രൂപമില്ലാത്ത, ഷേപ്പ്ലെസ് ആയ ഭൂമിക്ക് ഒരു താളം കൊണ്ടുവന്നത്, ഒരു ആകൃതി കൊണ്ടുവന്നത്, ഒരു ഷേപ്പ് കൊണ്ടുവന്നത് 2 കാര്യങ്ങളാണ്. 1, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്മീതെ വ്യാപരിച്ചു. 2, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അതിന്മേൽ വ്യാപരിച്ചു. ഇത് രണ്ടും നിന്റെ ജീവിതത്തിൽ വ്യാപരിച്ചാൽ നീ ഒരു അത്ഭുത മനുഷ്യനായി. നിന്റെ ജീവിതത്തിനൊരു ഷേപ്പ് വരും. 4-ാമത്തെ കാര്യം, 2-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെ എന്ന് വായിച്ചു. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ദൈവം എല്ലാം സൃഷ്ടിച്ചു. എത്ര ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചേ? 6 ദിവസം കൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചു. എന്നിട്ട് 7-ാം ദിവസം ദൈവം എന്ത് ചെയ്തു? വിശ്രമിച്ചു. അപ്പോൾ ദൈവത്തിന്റെ 7-ാം ദിവസം ആദാമിന്റെ എത്രാം ദിവസമാണ്? പ്രൈസ് ലോർഡ്. എത്രാം ദിവസമാ? 1-ാം ദിവസം. മനസ്സിലായോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, ശ്രദ്ധിച്ച് നിൽക്കണം. ദൈവത്തിന്റെ 7-ാം ദിവസം ദൈവം എന്ത് ചെയ്തു? വിശ്രമിച്ചു. ആ ദിവസത്തിനൊരു പേരിട്ടു യഹൂദന്മാർ. എന്താണ്? ശബത്ത്. എന്താ? ശബത്ത്. ശബത്തിൽ യഹൂദൻ ആരുടെ അടുക്ക പോയിരിക്കണം? ദൈവത്തിന്റെ അടുക്ക പോയിരിക്കണം.
അപ്പൊ യഹൂദന്റെ നിയമങ്ങൾ അങ്ങനെ കഠിനമാണ്. എന്ന് പറഞ്ഞാൽ ശാബത്തിന്റെ പ്രാധാന്യം പറയുകയാണ്. ശബത്ത് അതായത് ദൈവത്തിനായി ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, ദൈവത്തിന്റെ അടുക്കൽ ചേർന്നിരിക്കുവാനായിട്ട് വേർതിരിച്ചു വെച്ച ദിവസമാണ്. ഏത് ദിവസം? എത്രാം ദിവസം? ഏഴാം ദിവസം. ഇനി 6-ാം ദിവസമാണ് ആദാമിനെ ഉണ്ടാക്കിയത്. മനുഷ്യനെ ഉണ്ടാക്കിയ ഒന്നാമത്തെ ദിവസം 6-ാം ദിവസമാണ്. മനുഷ്യനെ ഉണ്ടാക്കിയത് 6-ാം ദിവസമാണ്. 6-ാം ദിവസം ഉണ്ടാക്കിയപ്പോൾ മനുഷ്യന്റെ 1-ാം ദിവസം എന്ന് പറയുന്നതാണ് പിറ്റേ ദിവസം 7-ാം ദിവസം. 7-ാം ദിവസം ദൈവം എന്ത് ചെയ്തു? വിശ്രമിച്ചു. അന്ന് എന്താ ദിവസം പറഞ്ഞേ? ശബത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? 4-ാമത്തെ നിങ്ങളോട് പറയുന്ന ചിന്ത അതാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ 1-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവത്തോടു കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം അതാ. 6-ാം ദിവസം അവനെ സൃഷ്ടിച്ചു. 7-ാം ദിവസം ശബത്ത്. അന്ന് ദൈവത്തോടുകൂടി അവൻ മാറിയിരിക്കണം. അതായത് മനുഷ്യ, നിന്നെ ദൈവം സൃഷ്ടിച്ചതിന്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് നീ ദൈവത്തോട് ചേർന്നിരിക്കണം എന്നുള്ളതാണ്. അതാണ് ദൈവം 6-ാം ദിവസം നിന്നെ സൃഷ്ടിച്ചു. നിന്റെ 1-ാം ദിവസം ഏതാ? ദൈവത്തിന്റെ 7-ാം ദിവസമാ. അതിന്റെ അർത്ഥം എന്താ? നീ ദൈവത്തോട്, നിന്റെ ആദ്യത്തെ കാര്യം, നിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി, നിന്റെ 1-ാമത്തെ കാര്യം എന്തായിരിക്കണം? ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തെ ആരാധിക്കുക, അവന്റെ സന്നിധിയിൽ ഇരിക്കുക. അതിനായിരിക്കണം പ്രാധാന്യം. അതുകൊണ്ടാണ് മനുഷ്യനെ ദൈവം 6-ാമത്തെ ദിവസം സൃഷ്ടിച്ചു. അവന്റെ ആദ്യത്തെ ദിവസം ദൈവം എന്ത് ചെയ്തു? ശബത്തായിട്ട് വേർതിരിച്ചു. ദൈവത്തോടു കൂടെ ഇരിക്കണം. 5-ാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം തന്നെ 5 മുതൽ 7 വരെ. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. 5-ാമത്തെ കാര്യം പറയാം. പൊടി. മനുഷ്യനെ സൃഷ്ടിച്ചത് പൊടി, പൂഴി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. എബ്രായ വാക്ക്, അതിന്റെ മൂലഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം, മനുഷ്യനെ പൊടി എന്നുള്ള സ്ഥലത്ത് ചപ്പും ചവറും കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്താ ദൈവം മനുഷ്യനെ സ്വർണം കൊണ്ട് സൃഷ്ടിക്കാനേ? എന്താ മനുഷ്യനെ ദൈവം രത്നം കൊണ്ട് സൃഷ്ടിക്കാനേ? എന്തുകൊണ്ടാ ദൈവം മനുഷ്യനെ ഡയമണ്ട് കൊണ്ട് സൃഷ്ടിക്കാനേ? എന്തുകൊണ്ടാ ദൈവം മനുഷ്യനെ വെള്ളി കൊണ്ട്, ചെമ്പ് കൊണ്ട് സൃഷ്ടിക്കാനേ? വേണ്ട, ഇരുമ്പ് കൊണ്ടെങ്കിലും സൃഷ്ടിച്ചുകൂടായിരുന്നോ? ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? പൊടി കൊണ്ട്, ചപ്പും ചവറും കൊണ്ട് സൃഷ്ടിച്ചു. 5-ാമത് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അതാ. എന്താണ്? നീ എത്ര വലിയവനായാലും, നിനക്ക് എത്ര പണമുണ്ടെങ്കിലും, നീ എത്ര സമ്പന്നനായാലും, എത്ര വലിയ വീട് നിനക്കുണ്ടായാലും, എത്ര വലിയ വാഹനം നിനക്കുണ്ടായാലും, നീ വെറും ചപ്പും ചവറും. നീ ഓർക്കണം, നീ മറക്കരുത്, നീ ചപ്പും ചവറും. മൂക്കിലെ ശ്വാസം പോയാൽ പുഴു തിന്നുവാൻ വിട്ടുകൊടുക്കുന്നതാണ് നിന്നെ. മനുഷ്യനോട് പറയാ, ദൈവം അവനെ സൃഷ്ടിച്ചപ്പം സ്വർണം കൊണ്ടല്ല, വെള്ളി കൊണ്ടുമല്ല, പിന്നെ എന്തുകൊണ്ട് സൃഷ്ടിച്ചു? ചപ്പും ചവറും കൊണ്ട്. ഇത് നമ്മുടെ ഓർമ്മയെ ഭരിക്കുവാൻ നമുക്ക് ഇടയായിത്തീരും. 6-ാമത്തെ കാര്യം, ഉൽപ്പത്തി 2:9. തോട്ടം നിറച്ച് ഫലവൃക്ഷങ്ങൾ, തോട്ടം നിറച്ച് അനേക വൃക്ഷങ്ങൾ, ഫ്രൂട്ട്സ് ഉള്ള വൃക്ഷങ്ങൾ ഉണ്ടാക്കി. 2 വൃക്ഷത്തെ സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. മറ്റേത് ഏത് വൃക്ഷമാ? ഇതാ അവിടെ വായിക്കുന്ന ട്രീ ഓഫ് ലൈഫ്, ട്രീ ഓഫ് നോളജ്. ശ്രദ്ധിക്കൂ, എന്തൊക്കെയാണ്? ട്രീ ഓഫ് ലൈഫ്, ട്രീ ഓഫ് നോളജ്. ഒന്ന് ജീവന്റെ വൃക്ഷം, മറ്റേതേതാ? അറിവിന്റെ വൃക്ഷം, നോളജ്, അറിവിന്റെ വൃക്ഷം. നിങ്ങൾ ബൈബിൾ വായിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് അറിവ് ലഭിക്കാനാണോ അതോ ജീവൻ ഉണ്ടാകാനാണോ? ദൈവത്തിന്റെ വചനം വായിക്കേണ്ടത് അറിവ് ലഭിക്കുവാനല്ല, പിന്നെയോ ദൈവത്തിന്റെ വചനം വായിക്കേണ്ടത് ജീവൻ ഉണ്ടാകുവാനും. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. അനേകരും ബൈബിൾ വായിക്കുന്ന എന്തിനു വേണ്ടിയാ? അറിവുണ്ടാകാൻ. ജീവൻ ഉണ്ടാകുമ്പോൾ എന്തുണ്ടായിക്കോളും? അറിവുണ്ടായിക്കോളും. അകത്ത് ജീവൻ വന്നാലേ അറിവുണ്ടാവുള്ളൂ സഹോദരി. ജീവനില്ലെങ്കിൽ അറിവുണ്ടാകുകയാണ്. ഈ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ?
ദൈവം എന്തെല്ലാം കാര്യം നമുക്ക് ചെയ്തു മനുഷ്യന് വേണ്ടി. അതിൻ്റെ 8-ാം വാക്യം, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. ഒന്ന്, അവനൊരു പ്ലേസ് കൊടുത്തു, ഒരു ഷെൽട്ടർ, ഒരു വീട് കൊടുത്തു, താമസിക്കാൻ ഒരു സ്ഥലം കൊടുത്തു. രണ്ടാമത് അവൻ എന്ത് കൊടുത്തു? ആഹാരം, ഭക്ഷണം കൊടുത്തു, പഴം കൊടുത്തു. മൂന്നാമത് 15-ാം വാക്യം വായിച്ച 15, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. അവൻ എന്ത് കൊടുത്തു? ജോബ് കൊടുത്തു. എന്ത് കൊടുത്തു? ജോലി കൊടുത്തു. 1 വീട് കൊടുത്തു, ഭക്ഷണം, സ്ഥലം, താമസിക്കാൻ സ്ഥലം കൊടുത്തു. 2 ഭക്ഷണം കൊടുത്തു. 3 അവൻ എന്ത് കൊടുത്തു? ജോബ് കൊടുത്തു, ജോലി കൊടുത്തു. 22-ാം വാക്യം വായിച്ചേ. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. പറയാ, അവന് കുടുംബജീവിതം കൊടുത്തു. അവൻ എന്തോ കൊടുത്തു? ഒരു ഭാര്യയെ കൊടുത്തു. നിങ്ങൾ ഇതിനൊക്കെ വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്ന മക്കളെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തിനോ? എനിക്ക് വീട് വേണം, എനിക്ക് സ്ഥലം വേണം, എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് ജോലി വേണം, എനിക്ക് ഭാര്യ വേണം. ഇതൊക്കെയല്ലേ പ്രാർത്ഥിക്കുന്നേ? കർത്താവ് പറയുക, നീ 1-ാം ദിവസം ദൈവത്തോട് ചേർന്നിരിക്കും, ഇതെല്ലാം നിനക്ക് തരും. ദൈവത്തോട് ചേർന്നിരിക്കുന്നവൻ ഇതെല്ലാം ദൈവം കൊടുക്കും. ഇതല്ലേ നമ്മുടെ പ്രാർത്ഥന. ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്, സത്യം പറഞ്ഞ അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇതെല്ലാം ദൈവം മനുഷ്യനെ കൊടുത്തു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ഇതെല്ലാം എന്ത് ചെയ്തു? അവന് വീട് കൊടുത്തു, അവന് സ്ഥലം കൊടുത്തു, അവന് ഭക്ഷണം കൊടുത്തു, അവന് പാർക്കാനുള്ള ഷെൽട്ടർ കൊടുത്തു, അവന് ജോബ് കൊടുത്തു, ജോലി കൊടുത്തു, അവന് ഭാര്യയെ കൊടുത്തു. ഇനി എന്നാ വേണം? എന്നിട്ട് 9-ാം വാക്യത്തിൽ ഒന്നുകൂടെ വായിച്ച്. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. 1, ഇതെല്ലാം കൊടുത്തിട്ട് പിന്നെ ഒരു കൽപ്പനയും കൂടെ കൊടുത്തു. എന്താ കൽപ്പന? ഈ വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. നമ്മുടെ സ്വഭാവം എങ്ങനെയാ? വീട് വേണം, ഭക്ഷണം വേണം, ജോബ് വേണം, വിവാഹം നടക്കണം, പക്ഷേ ഇതെല്ലാം വേണം, ഞങ്ങൾക്ക് കൽപ്പന മാത്രം വേണ്ട. കൽപ്പന വേണ്ട. അന്നും ഇന്നും മനുഷ്യന്റെ പ്രത്യേകത ഏതാണ്? അവന് കൽപ്പന വേണ്ട. ദൈവകൽപ്പന അനുസരിക്കുവാൻ അവന് മനസ്സില്ല. അവൾ കൽപ്പന കൊടുത്ത അവൾ എന്ത് ചെയ്തു? ദൈവത്തെ വെല്ലുവിളിച്ചു. ആദം ആദ്യ മനുഷ്യ സ്ത്രീ ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, അവൾ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞ് കൽപ്പന കൊടുത്ത ആ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നു എന്ന് പറഞ്ഞാൽ ദൈവിക സംവിധാനങ്ങളെ അവൾ വെല്ലുവിളിച്ചു. ഒരിക്കലും അവിടെ ദൈവം ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. നിനക്ക് എല്ലാം തന്നു, നിനക്ക് വീട് തന്നു, എല്ലാം തന്നു, എല്ലാ സകലവും തന്നു, തന്നേച്ച് ഈ കൽപ്പനയും കൊടുത്തു. പക്ഷേ അവരെന്ത് ചെയ്തു? അവിടെ ദൈവത്തിന്റെ സംവിധാനത്തെ, ദൈവത്തെ വെല്ലുവിളിച്ചു. ദൈവിക സംവിധാനത്തെ വെല്ലുവിളിച്ചു. നമുക്ക് തോന്നിയതുപോലെ ജീവിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. നമുക്ക് തോന്നിയതുപോലെ സംസാരിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. നമുക്കൊരു കൽപ്പനയുണ്ട്, ഒരു പ്രമാണമുണ്ട്. ദൈവിക സംവിധാനത്തെ ഹവ്വ ചെയ്ത ഏറ്റവും വലിയ പാപം എന്താ? പഴം പറിച്ചു തിന്നൊന്നുമല്ല, പിന്നെന്താ? ദൈവിക സംവിധാനത്തെ, ദൈവത്തെ എന്ത് ചെയ്തു? വെല്ലുവിളിച്ചു. ദൈവിക സംവിധാനത്തെ വെല്ലുവിളിച്ചു. ഒരിക്കലും പാടും. മാനവജാതി തകർന്നു പോയതിന്റെ കാരണം, മാനവജാതി വലിയ പാപ ന്യായവിധിയുടെ കെടുതിയിലേക്ക് പോയത് ഈ സ്ത്രീ ദൈവത്തെ വെല്ലുവിളിച്ചു. നീ പറയുന്ന കൽപ്പന അനുസരിക്കില്ല, ദൈവിക സംവിധാനത്തോട് എതിർത്തു. ഒരിക്കലും ദൈവം അനുവദിക്കില്ല. 1 ശമൂവേൽ 26:9. ഇവിടെ ശൗൽ, ദാവീദ് 2 കഥാപാത്രങ്ങളാണ്. ശൗലിനെ ആണ് ഇസ്രായേലിന്റെ രാജാവ്.
പക്ഷേ ഇവിടെ ശൗലിനെ ദൈവം ശമൂവേൽ മുഖാന്തരം അഭിഷേകം ചെയ്തതാണ്. അങ്ങനെ ശൗലും ദാവീദും തമ്മിൽ വൈരമായി കഴിഞ്ഞപ്പോൾ ദാവീദിനെ കൊല്ലുവാനായി ശൗല് ഗുഹകളിലും മലകളിലും ഓടിച്ച് പാർത്തുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഈ ശൗലിനെ ദാവീദിന്റെ കയ്യിൽ ഒത്തുകെട്ടി ചെന്ന് നോക്കിയപ്പോൾ ഗുഹയ്ക്കകത്ത് ശൗല് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുക. അവന്റെ കുന്തവും തലയ്ക്കല് കുത്തിനാട്ടുകരുതിലുണ്ട്. കിങ്കരന്മാരും 3 പേര് ചുറ്റും കിടപ്പുണ്ട്. ന്യായമായിട്ട് ദാവീദിന് എന്ത് ചെയ്യാം? ആ കുന്ത ഊരിയിട്ട് അവനെ കുത്തിയില്ല. കാരണം ദാവീദ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യഹോവയുടെ അഭിഷിക്തനെ തുടരുന്നു. ഇവൻ ദൈവത്തിന്റെ ദാസനാണ്, ഇവൻ ദൈവത്തിന്റെ അഭിഷേകമുള്ളവനാണ്, അവനെ തുടരുത് എന്നൊരു കൽപ്പന ദാവീദിനറിയാം. അവിടെ ചോദിക്കുന്ന മറ്റൊരു സന്ദർഭത്തിൽ ചോദിക്കുക, യഹോവയുടെ അഭിഷിക്തന്റെ നേരെ കൈ വെച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോയിട്ടുണ്ട്? അപ്പൊ യഹോവയുടെ അഭിഷിക്തനെ അവന്റെ നേരെ കൈ ചൂണ്ടിയോ കൈ തൊട്ടാൽ നിനക്ക് എന്തു വരും? ശിക്ഷ വരും. ദൈവദാസനെ നിർത്തിയിരിക്കുന്നത് ദൈവമാണ്. അവന് കുറവുണ്ട്, അവനെ നിർത്തിയവൻ നോക്കി, നീ വിരൽ ചൂണ്ടരുത്. അതുകൊണ്ട് യഹോവയുടെ അഭിഷിക്തനെ തുടരുതെന്ന് മാത്രമല്ല, തൊട്ടാൽ ശിക്ഷ അനുഭവിക്കാതെ പോയിട്ടുള്ള സംഖ്യാപുസ്തകത്തിലേക്ക് വന്നേ. സംഖ്യാപുസ്തകം 12:1 വായിച്ചേ. 12:1. മോശ യഹോവയുടെ അഭിഷിക്തനാണ്. മോശയാണ് ഇസ്രായേൽ ജനത്തെ ആ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ ദൈവം പറഞ്ഞ വിശുദ്ധ നാട്ടിലേക്ക്, കനാനിലേക്ക് കൊണ്ടുപോകാൻ ദൈവം നിയമിച്ച മനുഷ്യനാണ് ആര്? മോശ. ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 1-ാം വാക്യത്തിൽ ഒരു കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമിന് മോശയോട് അല്പം അസൂയയുണ്ടായി. താഴോട്ട് വരുമ്പം 2-ാം വാക്യം ശുശ്രൂഷ നിമിത്തത്തിലേക്ക് അത് മാറുക. മിരിയാം ചോദിക്കുകയാണ്, മോശ ആളുകളുടെ സഭയുടെ ഇടയിലെ ആളുകളുടെ ഇടയിൽ ഒരു കലക്കം ഉണ്ടാക്കുക. ഇവർ ഉപയോഗിക്കുക, ദൈവം യഹോവ മോശ മുഖാന്തരം മാത്രമേ സംസാരിക്കുകയുള്ളൂ, ഞങ്ങൾ മുഖാന്തരം എന്ത് ചെയ്തില്ല, സംസാരിക്കത്തില്ലേ എന്ന് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ ഈ അസൂയ, ശുശ്രൂഷ രംഗത്തുള്ള അസൂയ. അപ്പം ഈ മിരിയാമിനെ നോക്കിയാൽ അസൂയയുടെ ഭീകര രൂപമാണ് അവര് ഈ മോശയുടെ നേരെ കൈ ചൂണ്ടുക. നിങ്ങൾ വേറെ പല ഭാഗങ്ങൾ വായിക്കുമ്പം മോശയെക്കുറിച്ച് അവർ പറയുന്നത്, നീ പണ്ട് ആരായിരുന്നു എനിക്കറിയാം, നീ മിസ്രൈമിൽ ആരെ കൊന്നു, എത്ര പേരെ കൊന്നു, എബ്രായരെ അടിച്ചു കൊന്നേ, എബ്രായരെ നീ മിസ്രൈമിലിട്ട് തല്ലി കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് അന്നകാലത്ത് ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിനൊരു രൂപാന്തരമുണ്ടായി, അവന്റെ ജീവിതത്തിനൊരു മാറ്റമുണ്ടായി. അത് മിരിയാമേ നിനക്കറിയില്ല, നിന്റെ ജീവിതത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് നിനക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പൊ ദൈവം അവനെ പിടിച്ചാക്കി. ഇനി നിങ്ങൾ കേൾക്കണമേ, അതിന്റെ 4-ാം വാക്യം ശ്രദ്ധിച്ച്. മോശയോട് പറഞ്ഞു, മിരിയാമിനോടും മോശയോടും അഹ്റോനെയും കൂട്ടി എവിടെ വരാൻ പറഞ്ഞു? സമാഗമന കൂടാരത്തിൽ വരാൻ പറഞ്ഞു. എന്നിട്ട് 10 വായിച്ചു. എന്ത് സംഭവിച്ചു? യഹോവയുടെ കോപം ആ ലേഡിയുടെ മേൽ ജ്വലിച്ചു. പരിണിത ഫലം എന്താ? മേഘം നീങ്ങി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം അവളെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവൾ ഒരു കുഷ്ഠരോഗിണിയായി തീർന്നു. അഹരോൻ നോക്കിയപ്പോൾ അവൾ എങ്ങനെയിരുന്നു? വെളുത്ത്, ഹിമം പോലെ വെളുത്ത് ഒരു കുഷ്ഠരോഗിണിയായിട്ട് തീർന്നു. അവളെ പിന്നെ പാളയത്തിന് പുറത്ത് പാർപ്പിച്ചു. എന്താ ദൈവം അങ്ങനെ ഇടപെട്ടെ? ഏദൻ തോട്ടത്തിൽ ഒരു സ്ത്രീയാണ് മാനവകുലത്തെ തകർത്തതെങ്കിൽ ഇവിടെ ഇസ്രായേൽ സഭയെ ഈ സ്ത്രീയെ ശിക്ഷിച്ചില്ലെങ്കിൽ, നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇസ്രായേൽ സഭ 2ആയി മാറും. 1 ഇസ്രായേൽ സഭ മോ, 2 ഇസ്രായേൽ സഭ നീ. അത് ദൈവം അനുവദിക്കുമോ? ദൈവം അനുവദിക്കത്തില്ല. ഇസ്രായേലിന്റെ സഭയിൽ ഒരു സ്പ്ലിറ്റ് വരുവാൻ, ഒരു ഭിന്നത ഉണ്ടാവാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം മിരിയാമിനെ എന്ത് ചെയ്തു? ശിക്ഷിച്ചു. എന്താ കാരണം? യഹോവയുടെ അഭിഷിക്തനെ നേരെ കൈ ചൂണ്ടി. യഹോവയുടെ അഭിഷിക്തന് നേരെ കൈ ചൂണ്ടരുത്. അങ്ങനെ കൈ ചൂണ്ടിയവർ ആരാണ് ശിക്ഷിക്കപ്പെടാതെ പോയിട്ടുള്ളത് എന്ന് പറയുക. എന്താ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്? ഇവിടെ ദൈവിക സംവിധാനങ്ങളോട് വെല്ലുവിളിച്ച ഒരു ലേഡിയാണ് ഹൗവ. ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു. അവൾ ദൈവിക സംവിധാനത്തോട് വെല്ലുവിളിച്ചു. മിരിയാമും അങ്ങനെ തന്നെയാ ചെയ്തേ. എന്താണ്? ദൈവിക സംവിധാനത്തോട്, ദൈവത്തോട് വെല്ലുവിളിച്ചു, ദൈവിക സംവിധാനത്തോട് വെല്ലുവിളിച്ചു. അതുകൊണ്ട് ഏത് ലേഖനത്തിലാണ് പറയുന്ന സ്ത്രീകൾ സഭയിൽ എങ്ങനെ ഇരിക്കണം? സഭയിൽ ദൈവം വെച്ച പ്രമാണമാണ്. സ്ത്രീകൾ സഭയിൽ ഉണ്ടായിരിക്കണം. സഹോദരിമാരുടെ യോഗങ്ങളിൽ അവർക്ക് പ്രാർത്ഥിക്കാം, സഹോദരിമാരുടെ യോഗങ്ങളിൽ അവർക്ക് സഭയെ ലീഡ് ചെയ്ത് സ്തുതിക്കാം, സഹോദരിമാർ മാത്രമുള്ള യോഗങ്ങളിൽ സഹോദരിമാർ മാത്രം കൂടുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാം, സഭയിൽ ലീഡ് ചെയ്ത്. പൊതുസഭയിൽ സ്ത്രീകൾ എന്ത് ചെയ്യണം?
സ്ത്രീകൾ എന്താ കാരണം അങ്ങനെ പറഞ്ഞേ? അവൾ അവളുടെ വിനയവും സൗമ്യതയും എല്ലാം അലങ്കരിച്ച് അവൾ താഴ്മയോടെ ഇരിക്കണം. എന്താ അങ്ങനെ പറയാൻ ദൈവം കാര്യം? ഒന്നാമത്തെ ഉൽപ്പത്തി പുസ്തകം പറയുകയാണ്, മാനവകുലത്തിന്റെ തകർച്ച, ഭൂമിയുടെ ശാപത്തിന്റെ കാരണം, ഭൂമിയുടെ തകർച്ചയും മുള്ളും പറക്കാരെയും കിളുക്കുവാൻ കാരണം, ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ സ്ത്രീ ഹൗവ ദൈവത്തെ വെല്ലുവിളിച്ചു, ദൈവിക സംവിധാനത്തോട് അവൾ മത്സരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നീട് വന്ന സഭകളിലെല്ലാം സ്ത്രീകള് ദൈവത്തെ വെല്ലുവിളിച്ചിടത്തെല്ലാം ദൈവം ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് യഹോവയുടെ അഭിഷിക്തനെ നിനക്കതിനുള്ള അവകാശം. അവനെ നിർത്തിയവൻ അവനറിയാം, അവൻ ചോദിക്കുമ്പോൾ മുട്ടുമടക്കി ഉത്തരം പറയും. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം തുടങ്ങേണ്ടത്, ആരംഭിക്കേണ്ടത് ആരിൽ നിന്നായിരിക്കണം? നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കേട്ടോ. ഒരു ദിവസം രാവിലെ ആരംഭിക്കുന്ന ആരിൽ നിന്നായിരിക്കണം? ദിവസം ആരംഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ ജോലി, പ്രയത്നം, നമ്മുടെ എല്ലാം ദൈവത്തിൽ നിന്ന് ആരംഭിക്കണം. രണ്ടാമത് പറഞ്ഞത് എന്താ? നമ്മുടെ ജീവിതത്തിലെ ഒരു രൂപം വരണമോ, ഒരു ക്രമം വരണമോ, വചനത്തിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നിന്റെ മേൽ വരണം. പരിശുദ്ധാത്മാവിന്റെ കാറ്റും വചനത്തിന്റെ ശക്തിയും ഏത് വ്യക്തിയുടെ മേലടിച്ചാലും അവൻ ഷേപ്പ് ഉണ്ടാകും, അവൻ്റെ ഒരു ആകൃതി, അവൻ്റെ ജീവിതത്തിനൊരു താളമുണ്ടാകും, അവൻ്റെ കുടുംബജീവിതത്തിനൊരു ക്രമമുണ്ടാകും, അവൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവും. എന്നെ കേട്ട നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റും ആ വചനത്തിൻ്റെ ശക്തിയും നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ 7-ാം ദിവസം മനുഷ്യൻ്റെ 1-ാം ദിവസം. അപ്പം മനുഷ്യന്റെ ആദ്യം ദൈവത്തോടു കൂടി ഇരിക്കണം. നിന്റെ ആദ്യത്തെ പരിപാടി ആരുടെ കൂടെ ഇരിക്കുന്നതായിരിക്കണം? ദൈവത്തോടു കൂടെ. ആരാധനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കണം, അല്ലേ? നാലാമത് നമ്മൾ ചിന്തിച്ചത് എന്താ? നമ്മളെത്ര വലുതായാലും, നമ്മൾ ആരൊക്കെയാ? നമ്മളെത്ര ഉയർത്തിലെത്തിയാലും നമ്മൾ ചപ്പും ചവറുമ, അത് മറന്നു പോകരുത്. അവസാനത്തെ കാര്യം എന്താ നമ്മൾ വായിച്ചേ? അവസാനത്തെ കാര്യം വളരെ താഴ്മയോടെ പറയുക, ദൈവിക സംവിധാനങ്ങളെ വിളിക്കരുത്. വളരെ ഭയത്തോടെ നമുക്ക് ഈ കാര്യങ്ങളിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കുകയും വരും ദിവസം നമ്മുടെ ജീവിതത്തിലത് പ്രയോജനകരമാക്കി തീരുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ അതിന് സഹായിക്കട്ടെ.